നമ്മൾ പോവുകയാണ് ഗൈസ് കാട്ടിലോട്ട്. നമ്മളപ്പോൾ ടണലിനകത്തേക്ക് പോവാണ് എല്ലാവരും കൂടെ. ഇതാ അവിടെ ആയിട്ടാണ് ടണൽ, അങ്ങ് ദൂരെയാണ് ടണൽ. നമ്മൾ ടണലിലേക്ക് പോവുകയാണ്. നമ്മൾ ആ വണ്ടിക്കാട്ടോ വന്നത്. 2-3 വണ്ടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ വണ്ടിക്കാണ് വന്നത്. ഒരാൾ പോയി തിരിച്ച്, ഒരാളിനി വരാനുണ്ട്. ഇതാണ് സ്നേഹ. ഞങ്ങളെല്ലാം അവളെ കുരി കുരിന്ന് വിളിക്കുക. അവൾക്ക് ഭയങ്കര നാണാണ് ഗൈസ്. കുറേ നാൾക്ക് ശേഷം കണ്ടതിൻ്റെ സ്നേഹ കേട്ടോ കാണിക്കുന്നത്. ഞങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗൈസ്, നമ്മളിപ്പോൾ ടണലിലേക്ക് പോവാണ്. കാണാറുണ്ടോ എൻ്റെ വ്ളോഗ്? എന്താണ് എൻ്റെ വ്ളോഗിനെ പറ്റി പറയാനുള്ളത്? നല്ല അഭിപ്രായം. ഇനി ചെയ്യരുത്. നല്ല പോലെ പറ. ഓക്കെ ഗൈസ്, നല്ല വ്ളോഗാണ്. അതെന്താടി ഒരു ആക്കിപ്പറിച്ചില്? നല്ല ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഇവരാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അതെ, ഞങ്ങൾ ഗൈസ് ഒരു മിനിറ്റ്, നമ്മൾ ബോൾഡ് ഗേൾ കയറുന്നത് നോക്കിയിട്ട് വരാം. ബോൾഡ് ഗേൾ കയറാൻ പോവാണ് കുട്ടി. ബോൾഡ് ഗേൾ തിരിച്ചു വന്നാൽ മതി. ഇതൊക്കെ എന്ത്? നമ്മുടെ ടണൽ നല്ല കാട് കയറി കിടക്കാണ്. കുറേ നാളായി ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട്, അതുകൊണ്ട് കാട് കയറി കിടക്കാണ്. അപ്പം നമ്മൾ മൊത്തം മുള്ളാ കേട്ടല്ലോ. അയ്യോ, നമ്മൾ ടണലിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ കാട്ടിനകത്തോട്ടൊക്കെ വരും കേട്ടോ. ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല വരാൻ. ഇവിടെ ഞങ്ങളുടെ പ്രകൃതിദത്തമായ സ്ഥലമാണ് ഗൈസ്, അതുകൊണ്ടാണ് വേറെ തോന്നിയത്. ഇല്ല, ചുറ്റിനും ഒരു ഗുഹ പോലാണ് ഗൈസ് ഇവിടം. അതിലൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ടണലിലേക്ക് പോകാം ഗൈസ്. ഫോളോ മീ. വീഴും. ബാക്ക് ക്യാമറ എടുത്തു. പൂരി ഇപ്പൊ ഇത് കുടിച്ചു കാണിക്കും. പൂരി വരൂ. ഇതിന്റെ ഇടയ്ക്ക് ചോർച്ചയാണോ ഇത്? ഒന്നുകൂടെ പറയുക. അകത്തേക്ക് ഭയങ്കര ഇരുട്ടാ കഴിച്ചു. നമുക്കിവിടെ കയറാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് ഇവിടെ ലോക്ക്ഡാണ്. ഇതാ അവിടെ ലോക്ക്ഡാണ്, കയറാൻ പറ്റത്തില്ല ഇതിനകത്തേക്ക്. ഒന്ന് വെട്ടം അടിക്കൂടി അകത്തോട്ട്. ഒരു ഗുഹ പോലാണ്, അതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. ഇതിൽ നിന്ന് നേരെ അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പവർ സ്റ്റേഷൻ്റെ അകത്ത് കയറാം. ഒന്ന് വീഡിയോ ഉണ്ടാക്കാൻ മറന്നതിൻ്റെ ആഹ്ലാദമാണ്. എന്തി അവൻ ഇവനാണ് പറഞ്ഞു കൊടുത്തത്, ഞാൻ ഓണാക്കിയിട്ടില്ല. നമ്മളിപ്പോ വേറൊരു പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇവിടെ ഒരു പാറ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഞങ്ങളുടെ വ്ളോഗറിന്റെ കൂടെ, ഞങ്ങളുടെ സ്വന്തം വ്ളോഗറിന്റെ കൂടെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് ഗൈസ്. ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ഇതിന് കാരണമാണ് ഞാനിങ്ങനെ ഉയർന്നു പോകുന്നത്. അതെ, നമ്മളെ വേണ്ടായിരുന്നു ഗൈസ്. ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മള് കുട എടുത്തിട്ടാണ് പോകുന്നത്. ഞാൻ പിടിക്കാം. ശില്പയുടെ വീടാണ് കേട്ടോ ഇവിടെ, പട്ടിക്കാട്. ഞങ്ങള് പ്രകൃതി ആസ്വദിക്കാൻ വന്നിട്ട് ഇവിടെ ഇപ്പൊ ഒന്നും ആസ്വദിക്കാനില്ല ഗൈസ്, കുറെ കാടും മലകളും മാത്രമുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ ഞങ്ങളുടെ സ്ഥലത്തെ പറയുന്നത്, സത്യം പറഞ്ഞാൽ കാട് പട്ടിക്കാടെന്നാ. വള്ളിയെ തൂങ്ങിയാണ് ഞാൻ പോകുന്നതെന്നൊക്കെയാണ് അവര് പറയാറ്. പത്തനംതിട്ടക്കാര് പൊതുവെ എല്ലാവർക്കും ഒരു പുച്ഛമാണ് ഗൈസ്. അതെന്താണ്? അതെ, ഇങ്ങോട്ട് വരൂ. ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തെയാണ് അവര് പറയുന്നത് പട്ടിക്കാടെന്ന്. ഇവിടെ വന്ന് നോക്കൂ. വരുമ്പോ പ്രിക്കോഷൻ അല്ലെങ്കിൽ ആന ചൊട്ടിച്ചാവും. ഫുഡ് കഴിക്കാൻ പോവാ. നമ്മള് ഫുഡ് കഴിക്കാൻ പോവാ ഗൈസ്. ഗൈസ് ഈ കുൽസിതങ്ങൾ ഇവന്റെ എല്ലാം കാണുന്നുണ്ടല്ലോ.
ഇനി ഒരാളെ കൂടെ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. അവളോട് രാവിലെ പറഞ്ഞതാ 4 മണിയായി എത്തിയപ്പോ. ക്യാമറയുടെ പുറകിൽ പ്രവർത്തിക്കുന്നത് അക്ഷയാണ് കേട്ടോ. അതെ അതെ, മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഇടയ്ക്കാണെങ്കിൽ എന്തെങ്കിലും നീ പറഞ്ഞോ, ഞങ്ങളെ പറ്റി പറഞ്ഞോളൂ. വളരെ മോശമായ അഭിപ്രായമാണ് എനിക്ക് ഇവരെ പറ്റി പറയാൻ. അവൻ വീണു തോന്നുന്നു. നമ്മള് വീട്ടിൽ ചെന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ, ബൈ. എനിക്ക് മൈൻഡ് നേരമില്ല, നല്ല വിശപ്പുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി ഗൈസ്.